ടീച്ചർ കംപ്ലൈൻറ്റ് പരിഗണിച്ചാണ് റിജക്ട് ചെയ്തത്. ഇപ്പം ഹൈക്കോടതിയിൽ മാനേജർ കംപ്ലൈൻറ്റ് 1/2/2006 മുതൽ കണ്ടിന്യൂസ് സർവീസുള്ള ഒരു ടീച്ചറാണ്. 20 വർഷം സർവീസുള്ള ടീച്ചറാണ്. ആ തീരുമാനപ്രകാരം ഇപ്പോൾ അപ്പോയിന്റ് ചെയ്ത HMന്റെ അപ്പോയിൻമെന്റ് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് കൊടുത്തതേ ഉള്ളൂ, 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ കോടതിയിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നീതി നിഷേധിക്കപ്പെട്ട അതിന്റെ പുറത്തോടാണ് ഹർജികക്ഷി ജസീന HST മലയാളം AKMHS കുടവൂർ. എതിർകക്ഷികൾ മാനേജർ AKMHS കുടവൂർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആറ്റിങ്ങൽ. ഞാൻ മാനേജർക്ക് വേണ്ടിയിട്ടാണ്. എന്താ വിദ്യാഭ്യാസം ഇതേ ഉള്ളൂ സ്ഥലത്ത് സിഗ്നേച്ചറും ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടൊരു 2 ദിവസം സമയം മാനേജർക്ക് വേണ്ടിയിട്ട് ഒരു 2 ദിവസത്തെ സമയം. എന്താ ഇത് അങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ? ഇതിൽ ഒറിജിനലി PG ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം. ആ തീരുമാനപ്രകാരം ഇപ്പോൾ അപ്പോയിന്റ് ചെയ്ത HMന്റെ അപ്പോയിൻമെന്റ് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇവർ ചെയ്യേണ്ടത് അതിനൊരു റിവിഷൻ പെറ്റീഷൻ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യാന്നുള്ളതാണ്. അതാണ് KER പ്രകാരം അവർക്കുള്ള റെമഡി ഉള്ളത്. അല്ലെങ്കിൽ അവർക്കത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇതാണ് ഡയറക്ടറുടെ ഉത്തരവ്. അത് പ്രകാരം മേൽ സാഹചര്യത്തിൽ മാനേജ്മെന്റിന് സിദ്ധിച്ചിട്ടുള്ള ന്യൂനപക്ഷ അവകാശ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സീനിയോറിറ്റി പരിഗണിക്കാതെ പ്രധാന അധ്യാപക തസ്തികയിലെ സ്ഥാനക്കയറ്റ നിയമനം മാനേജറുടെ ചോയ്സിനനുസരിച്ച് അനുയോജ്യമായ വ്യക്തിയെ പ്രസ്തുത തസ്തികയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ പാലിക്കുന്നുണ്ടെങ്കിൽ നിയമിക്കാൻ അവകാശമുണ്ടെന്നത് വ്യക്തമാണ്. ശ്രീ ഫൈസിയുടെ പ്രധാന അധ്യാപക തസ്തികയിലെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് മാനേജർ നടത്തിയ സ്ഥാനക്കയറ്റം ക്രമപ്രകാരമാണ്. ആയതിനാൽ ശ്രീ S. ഫൈസിയുടെ പ്രധാന അധ്യാപക തസ്തികയിലെ 2/6/2025 മുതലുള്ള നിയമനം മറ്റു വിധത്തിൽ ക്രമപ്രകാരം അംഗീകരിച്ചു നൽകുവാൻ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഉത്തരവാകുന്നു. അതിവര് ചലഞ്ച് ചെയ്തിട്ടില്ല. അത് ഗവൺമെന്റിലേക്ക് അപ്പീൽ കൊടുക്കാം അവർക്ക്. പക്ഷെ അങ്ങനെ ഒരു അപ്പീൽ ഇതുവരെ സമർപ്പിച്ചതായിട്ട് ടീച്ചർ കംപ്ലൈൻറ്റ് പരിഗണിച്ചാണ് റിജക്ട് ചെയ്തത്. ഇപ്പം ഹൈക്കോടതിയിൽ മാനേജർ കംപ്ലൈന്റ് നിങ്ങൾ പരിശോധിച്ചിട്ട് റിജക്ട് ചെയ്യാനാണ് കോടതി പറഞ്ഞത്? അല്ല, അത് ആദ്യം വയസ്സിനൊക്കെ പോകുന്നതിന് മുമ്പേ 2026 ഫെബ്രുവരി 14 ഹൈക്കോടതിയിൽ നിർദ്ദേശിച്ചത് to repetition accordingly disposal of direct in second response to consider exhibit P9 and pass appropriate orders within a period of 3 months after giving opportunity hearing to the petitioners and the manager. നടന്നിട്ടാണ് 14/5/2026 ഓർഡറാണ് താഴെ വെച്ചിരിക്കുന്നത്. സാറേ, ഞാൻ 1/2/2006 മുതൽ കണ്ടിന്യൂസ് സർവീസുള്ള ഒരു ടീച്ചറാണ്. 20 വർഷം സർവീസുള്ള ടീച്ചറാണ്. അപ്പം കഴിഞ്ഞ 2025 മെയ് 31 HM റിട്ടയർ ആയ വേക്കൻസിയിൽ എനിക്കാണ് സാധ്യത ഉള്ളായിരുന്നു. ഞാനും മൈനോറിറ്റി ഉള്ള ഒരു ടീച്ചറാണ് ഞാൻ. അപ്പം എനിക്ക് ശേഷവും സാറിന് ഇപ്പം മാനേജർ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന സാറിന് എനിക്ക് ശേഷവും HM പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എന്നെ 3 പേരെ തഴഞ്ഞുകൊണ്ടാണ് 4ാമതുള്ള ആളിന് HM പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു തീരുമാനം എടുത്താൽ അത് നിങ്ങൾക്ക് ഫ്രീക്വൻസി ആണെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അത് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. തീരുമാനമാണോ? ഇല്ല, തീരുമാനം വന്നില്ല. അങ്ങനെ ഒരു ഫോറത്തിൽ ഒരു കാര്യം കൊടുത്തിട്ട് തീരുമാനം വരുന്നതിന് മുമ്പ് എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും? ഇല്ല സാറേ, എന്നാലും ഞാനൊരു മൈനോറിറ്റി ആണല്ലോ, അതുകൊണ്ട് മൈനോറിറ്റിയുടെ അവകാശം. മൈനോറിറ്റിയുടെ സെക്ഷൻ 9C പറയുന്നതാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നീതി നിഷേധിക്കപ്പെട്ട അതിൻ്റെ പുറത്തോടാണ് ഇപ്പം നിങ്ങളുടെ നീതിയെ സംബന്ധിക്കുന്ന പരിശോധന ഇരിക്കുക അല്ല. ഇത് പ്രിമച്ചുവറായിട്ടുള്ളൊരു കാര്യം.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിങ്ങൾക്ക് ഇതിന് റിവിഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ആ റിവിഷൻ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഗുണകരമല്ലാത്തൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ കൊടുത്ത പരാതിയിൽ അന്തിമ തീരുമാനമാകില്ല. അന്തിമ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നിങ്ങൾക്ക് കമ്മീഷനെ സമീപിക്കാം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റും. അതിൽ ഒരു ജുഡീഷ്യൽ പരിശോധനയ്ക്ക് സമാനമായിട്ട് നിങ്ങൾ അപ്പീൽ അതോറിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒരക്കാര്യം പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൂടെ അപ്രോച്ച്. അപ്പം അത് വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കും. കേട്ടോ? വളരെ മനസ്സിലാക്കാം. അത് കൊടുത്തിട്ട് എത്ര കാലമായി? ആ പരാതി ഇപ്പോൾ കൊടുത്തതേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. കോടതിയിൽ കൊടുത്തു. DGയുടെ ഉത്തരവ് 14/5/2026 അപ്പീൽ എത്ര സമയത്തിനാണ്? 30 ദിവസം. ഒരു മാസം. അതനുസരിച്ച് ഒരു ജൂൺ 14 വരെ അവർക്ക് ടൈമുണ്ട് അല്ലേ? ജൂൺ 14 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് കൊടുക്കാം. അല്ല, അതിന് മുമ്പാണ് കൊടുത്തത്. സ്റ്റാറ്റ്യൂട്ടറി ടൈം നിങ്ങൾ നോക്കിയിട്ടാണ് കൊടുത്തത്. അതെ അതെ, ടൈം നോക്കിയിട്ടാണ് കൊടുത്തത്. ഗവൺമെന്റ് സെക്രട്ടറി. ജനറൽ എഡ്യൂക്കേഷൻ. ഒന്നാമത് ഇത് കക്ഷിയായിട്ട് ഗവൺമെന്റ് സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടുന്നു. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹർജിയിൽ പുനഃപരിശോധന 2 മാസത്തിനകത്ത് തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിനുശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷനെ സമീപിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി അവസാനിക്കും. കേട്ടിട്ടൊരു തീരുമാനം കക്ഷികളെ നേരിൽ കേൾക്കാൻ ഗവൺമെന്റ് സെക്രട്ടറിക്ക് കൊടുക്കും. കേട്ടോ? 2 മാസത്തിനകത്ത് നടപടി ഉണ്ടാവും. 2026 ഹർജി കക്ഷി സെക്രട്ടറി മസ്ജിദുൽ ഇജാബ ആൻഡ് ദാറുൽ ഉലൂം മദ്രസ മുഴുത്തിരിയാവട്ടം പള്ളിപ്പുറം. എതിർകക്ഷികൾ മാനേജിംഗ് ഡയറക്ടർ കേരള വാട്ടർ അതോറിറ്റി, പ്രോജക്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. National Highway Authority of India. That is being seeking time to file counter objection. സമയം വേണം അതിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനായിട്ട്. ഇത് ഡിപ്പാർട്ട്മെന്റുകൾ ആദ്യം പറഞ്ഞ കാര്യമാണോ? ആ അതെ. ഇതിൽ വേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അറിഞ്ഞില്ലേ? ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ലേ? പറഞ്ഞൊരു സമയം വേണമെന്നാണ് പറഞ്ഞത്. ഇതിൽ പരാതിക്കാരനുണ്ടല്ലോ, പരാതിക്കാരൻ അറിയാൻ പോകാൻ ഒരു മസ്ജിദ് ആ മേൽ സൂചന വന്ന പ്രകാരമുള്ള പരാതി സർക്കാർ തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി പരിഹരിക്കപ്പെട്ടതിനാൽ സൂചന 2 പ്രകാരമുള്ള തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു. അവരുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് തീർച്ചയായിട്ടും അത് ശരി. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. ആ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രശ്നം പരിഹരിച്ചു. കേട്ടോ?